ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടവഞ്ചി പരിസര പ്രദേശങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പം കൊട്ടവഞ്ചി ഇപ്പോൾ ഇല്ല, കൊട്ടവഞ്ചി നിർത്തി വെച്ചേക്കാണ്. എന്നാലും പരിസര പ്രദേശങ്ങളും ചുറ്റുപാടുകളൊക്കെ കാണാം. കാരണം കൊട്ടവഞ്ചി ഇല്ലാത്തതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ടാണ്. അതുകൊണ്ടില്ല, വെള്ളമെല്ലാം തീരെ കുറവാണ്. അതുകൊണ്ട് കൊട്ടവഞ്ചി ഇപ്പോൾ ഇല്ല. എന്തായാലും നമുക്ക് ചുറ്റുപാടും പരിസര പ്രദേശങ്ങളൊക്കെയാണ് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് എത്തിട്ടോ. ബാ, പോയിട്ട് വരാം. ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ എൻട്രി ഫീസും കാര്യങ്ങളും ടോക്കണും എല്ലാം നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കുറേ റൂൾസും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു കോന്നി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് പോകുമ്പോഴാണ് ഇവിടെ എല്ലാം ഫുള്ള് പൂക്കട ഒരു കളക്ഷനാണ് കേട്ടോ, ഒരു പൂന്തോട്ടം എന്ന് പറയാം. കാരണം നമ്മൾ ഈ കാണുന്നത് മൂന്നാർ ഊട്ടി ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ജില്ലയെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി മുണ്ടമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അടവി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ എന്തായാലും നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ പല നിറത്തിൽ പല വർണ്ണത്തിൽ പല കളറിലുള്ള പൂക്കളും ചെടികളും എല്ലാം ഉണ്ട്. നമുക്കതെല്ലാം കാണാം. കാരണം ഇവിടെ നമ്മൾ ഫാമിലിയായിട്ട് വരുവാന്നല്ല, സിംഗിളായിട്ട് വരുവാന്നല്ല, ജോഡിയായിട്ട് വരുവാന്നല്ല, നമ്മുടെ മനസ്സിന് നമുക്ക് നിറയെ അനുഭൂതിയും കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ടെൻഷന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും. കാരണം അതുപോലത്തെ നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു സ്ഥലം എന്നൊക്കെ പറയാൻ വേണം ഞങ്ങളുടെ ജില്ലയിൽ നിന്നും ഞങ്ങളുടെ ഈ നാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതുപോലെ നല്ല എന്താ പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കാണുന്നത് ഫുള്ള് പൂന്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും അതൊക്കെ എന്തായാലും കാണാം. കണ്ടിട്ട് നമുക്ക് പെതുക്കെ ബാക്കി കാഴ്ചയിലോട്ട് നമുക്ക് പോകാം. എന്തായാലും നമുക്ക് വീഡിയോ കുറച്ച് സ്പീഡിൽ ഓടിച്ചു വിടാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുറേ സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ട് വരാം. കണ്ടില്ലേ, പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നപ്പോഴാണെങ്കിൽ വേറെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനൊക്കെ ഉണ്ട്. കാരണം ഒരു 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വന്നത്. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നൊരു സ്ഥലമാണ് ഈ കോന്നി അടവി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ. ഇഷ്ടം പോലെ ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നതാണ്. കാരണം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും, കാരണം നല്ല മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനെ കൊണ്ട് നിരവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു മനുഷ്യർ പോലും ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, 5 മണിക്ക് ശേഷം ഞങ്ങൾ വന്നേ. കാരണം ഇവിടെ വെളിയിൽ നിന്ന് വരുവാണെങ്കിൽ പോലെ 5 മണി 5:15 ആ ഒരു 5:30 അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എൻട്രി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം ഞങ്ങൾ പിന്നെ അടുത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ വരുന്ന ടൈമിലാണെങ്കിൽ ഇഷ്ടംപോലെ നിറയെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് പൂന്തോട്ടം കേട്ടോ, ഫുള്ള് പൂവും കാര്യങ്ങളും പല നിറത്തിലുള്ള പല ഏരിയ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. കാരണം നമ്മൾ ഒന്ന് കറങ്ങി അടിച്ച് വീണ്ടും വരിക. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, ഓരോ ഏരിയ ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കറങ്ങി അടിച്ച് നടക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത് പറഞ്ഞാൽ കുറേ മുളയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ കൊട്ടവഞ്ചി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, കൊട്ടവഞ്ചി ഇവിടെ മേളിൽ റൂഫായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് വാനന്മാർ ഭയങ്കര ശല്യം കേട്ടോ. അവർക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കാനെ കൊണ്ട് ഇങ്ങോട്ട് വരിക. അതുകൊണ്ട് അടുത്തോട്ട് പോകുന്നില്ല. കാരണം അവർക്ക് പേടിയൊന്നുമില്ല, അവർ കുറേ ഗ്യാങ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മേലരയ്ക്കും. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും വരുവാണ്. എന്നിട്ട് എൻ്റെ വൈഫ് കയറിയിരുന്നത്. കാരണം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. കാരണം വെളിയിൽ നിന്ന് കാണാനെ കൊണ്ടൊക്കെ ഉള്ളത് വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലത്താണെങ്കിൽ ഫുള്ള് മുളയും കാര്യങ്ങൾ കേട്ടോ. മുളയെന്ന് പറഞ്ഞാൽ 2 സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ വീടൊക്കെ മേയത്തില്ല, അതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ഫുള്ള് തണുപ്പാണ്, നല്ല കൂളിങ്ങാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ഓരോ ഭയങ്കര നമ്മൾ എന്താ പറയുന്നത് ഭയങ്കര സെറ്റപ്പ്. അതിനകത്ത് കയറുമ്പോൾ കണ്ടറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ സുഖം അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് നേരെ കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ കണ്ടില്ലേ, കൊട്ടവഞ്ചി എല്ലാം നിരത്തി വെച്ചേക്കും. കാരണം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞാൽ സീസൺ അല്ലാത്തതുകൊണ്ട്, കാരണം ഇപ്പോൾ എല്ലാം പറക്കി ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. കാരണം സീസൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതുമാതിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്ത ആൾക്കാർ കാണുമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്, പ്രത്യേക വൈബും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നല്ല മണ്ണും കാര്യങ്ങളും കേട്ടോ. പ്രത്യേക ഒരു രസമാണ്. കാരണം ഈ കൊട്ടവഞ്ചി റൂഫായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നമ്മൾ പോകുമ്പോൾ ഇവിടെ കണ്ട ചെങ്ങാടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെങ്ങാടം എല്ലാം സൈഡിലോട്ട് ഒതുക്കിയിട്ടേക്കും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കാര്യങ്ങളും വെള്ളത്തിൻ്റെ പരിമിതി മൂലം എല്ലാം ഇങ്ങനെ സൈഡിലോട്ട് ഒതുക്കിയിട്ടേക്കുക. നമ്മൾ ഈ നല്ല മഴ സമയത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ ഭയങ്കര കുത്തൊഴുക്കായിരിക്കും. കുത്തൊഴുക്കുന്ന അതിശക്തമായിട്ടുള്ള കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മരത്തിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര വെള്ളച്ചാട്ടമായിരിക്കും. അതൊക്കെ കാണണമെങ്കിൽ പ്രത്യേക ഭംഗിയാണ്. നമുക്ക് അതൊക്കെ എന്തായാലും സീസൺ ടൈമിൽ എന്തായാലും ഞാൻ പ്രത്യേകം ഇടുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽപ്പുണ്ട്, അവർ കെട്ടി നിർത്തിയിട്ടുണ്ട് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ. നമ്മൾ കണ്ടൽക്കാടെന്നൊക്കെ പറയത്തില്ല, അതുപോലെ എന്താ പറയുക, രണ്ട് സൈഡിലും എന്താ പറയുക മരവും കാര്യങ്ങളും, അതുപോലെ ഇടയ്ക്കൂടെ നദിയും കാര്യങ്ങളൊക്കെ. ഭയങ്കര രസമാണ് ഇവിടുത്തെ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു മനസ്സിന് ഒരു പ്രത്യേക കുളിർമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിന് വേറെ വീഡിയോസ് ഉണ്ട് കേട്ടോ, ബാംബു ഹിൽ ടോപ്പും കാര്യങ്ങളും, അതുപോലെ തന്നെ ബാംബു എന്താ പറയുന്നത് നമ്മളെ കുടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.